സുഹറ നാണിച്ചു ചൂളിപ്പോകത്തക്ക വിധത്തിൽ അവൻ പറഞ്ഞു, എന്റെ വീട് ഓടിട്ടതാണല്ലോ. അതിലെന്താണ് ഇത്ര ഡമ്പ് കാണിക്കാനുള്ളത്? അവളുടെ വീട് വൈക്കോൽ മേഞ്ഞതും കളിമണ്ണ് പൂശിയതുമാണ്. പക്ഷേ അതിൽ കുറച്ചിലായി എന്തുണ്ട്? അവൾ വീണ്ടും കോക്രി കാട്ടിക്കൊണ്ട് പരിഹസിച്ചു. എന്റെ ഉമ്മോ. അതിന് മജീദ് വേറൊന്നു പറഞ്ഞു. സുഹറയുടെ ബാപ്പ നിസാരക്കാരനായ അടയ്ക്ക കച്ചവടക്കാരനല്ലേ? മജീദിന്റെ ബാപ്പ വലിയ തടിക്കച്ചവടക്കാരനായ പണക്കാരനും. അതിലും അഭിമാനകരമായി സുഹറ ഒന്നും കണ്ടില്ല. മജീദ് എന്ന് പറയുന്ന കൃമി തൻ്റെ അരികത്തുണ്ടെന്നുള്ള ഭാവം പോലും കാണിക്കാതെ സുഹറ മാവിൻ്റെ മുകളിലേക്ക് നോക്കി നിന്നു. മജീദിന് കരച്ചിലിൻ്റെ ലാഞ്ചനയുണ്ടായി. അപമാനം, പരാജയം ഒക്കെ കൂടി അവനെ വിഷമിപ്പിച്ചു. അവനൊരു കഴുതയെപ്പോലെ എന്ന് ഉറച്ചു കരയണമെന്ന് തോന്നി. കരഞ്ഞാൽ മനസ്സിന് സുഖം കിട്ടിയേനെ. പക്ഷേ അടുത്ത നിമിഷത്തിൽ അവനൊരു ഭൂതോദയമുണ്ടായി. മറ്റാരാലും കഴിയാത്ത അത്ഭുതകരമായ ഒരു പ്രവൃത്തി അവന് വശമുണ്ടെന്നും അതിൽ സുഹറയെ ഇതാ തോൽപ്പിച്ചിരിക്കുന്നു എന്നും ഭാവിച്ചുകൊണ്ട് ആകാശത്തോടും ഭൂമിയോടുമായിട്ട് അവനൊരു ഗംഭീര പ്രഖ്യാപനം ചെയ്തു.